ഉള്ളത് മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ്. പൂപ്പാറയിൽ നിന്നും നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നതിനിടെയാണ് ഒരു മനോഹര ദൃശ്യം നമ്മുടെ കണ്ണിൽ പെടുന്നത്. നമ്മൾ ഈ കാണുന്നത് ആനേറങ്കൽ ജലാശയമാണ്. ആനേറങ്കൽ ജലാശയത്തിൽ കാട്ടാനകൾ നീന്തി തുളിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. നമ്മളിങ്ങനെ ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സാരഥി പ്രവീണാണ് പറഞ്ഞത് ഇങ്ങനെ ആനകൾ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി നിർത്തി നമ്മൾ ക്യാമറ ഓണാക്കി നോക്കിയപ്പോഴാണ് കുറേയധികം കാട്ടാനകൾ ആ പ്രദേശത്ത് നിൽക്കുന്നതായി കാണുന്നത്. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് ആനകളുള്ളത്. നേരിയ മഴയുണ്ട്, മഞ്ഞുണ്ട്. അതുകൊണ്ട് അത്ര വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങളല്ല. പക്ഷേ ഒരു 10-20 ഇടയ്ക്ക് കാട്ടാനകൾ അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ ഇവിടെ നിന്നും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഈ ആനേറങ്കൽ ജലാശയത്തിന് ചുറ്റുപാടുമായി നിരവധി കാട്ടാനകൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. പല സമയങ്ങളിലും വെള്ളം കുടിക്കാനും കുളിക്കാനും ഒക്കെ ആയി ഈ ആനകൾ ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ് ഈ ആനേറങ്കൽ ജലാശയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് ആനയിറങ്കൽ എന്ന് പേര് വരികയും ചെയ്തത്. ആനകൾ ഇറങ്ങുന്നത് കൊണ്ടാണ് ആനയിറങ്കൽ എന്ന പേര് ഈ ജലാശയത്തിന് വരികയും ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ മഴയും മഞ്ഞും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ദൃശ്യങ്ങൾ ഒരു അവ്യക്തമായി വരുന്നതാണ്. പക്ഷേ നേരത്തെ കുറച്ചും കൂടി വ്യക്തമായിരുന്നു. കുട്ടി ആനകളും വലിയ ആനകളും ഉൾപ്പെടെ ഏതാണ്ട് 10-20 ആനകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വിനോദസഞ്ചാരികൾ ഈ വഴി വരുന്ന ആളുകൾ ഇറങ്ങി നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടേക്ക് എത്തിപ്പെടാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ നിന്നും ഈ കാഴ്ചകൾ ആസ്വദിക്കാനാണ് സാധിക്കുക. എന്തായാലും യാത്രക്കിടയിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാഴ്ചകളും നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നു, ക്യാമറ കണ്ണുകളിൽ പെടുന്നു എന്നാണ് ഈ യാത്രയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെ വരുന്ന ആളുകൾ ഇടയ്ക്ക് ഈ ജലാശയത്തിലേക്കൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇടുക്കി.